ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ. അപ്പോഴത്തേ ഞാൻ രാവിലെ എണീറ്റ് വന്നു, ചാരമൊക്കെ വാരി അടുപ്പിൻ്റെ തിട്ടയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് തുടച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ തീയൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത്. പാത്തുവിനിപ്പോൾ എക്സാം ആയതുകൊണ്ട് തന്നെ ചോറൊന്നും കൊണ്ടുപോകണ്ട, അതുകൊണ്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അരി ഇട്ടിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. വളരെ ധൃതി പിടിച്ച് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ അപ്പത്തിനാണ് നമ്മൾ മാവൊക്കെ തലേനെ അരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചോറ് വയ്ക്കാനുള്ളൊക്കെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അപ്പം ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതിന് കറി എന്ന് പറയുന്ന ചമ്മന്തി പൊടിയുണ്ടല്ലോ, ചമ്മന്തി അരച്ചെടുത്തിട്ട് നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ കൂട്ടാനായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇനി പാത്തുവിന് കാപ്പിയൊക്കെ കൊടുക്കാനായിട്ട് പോവാണ്. പാത്തുവിന് കാപ്പി കൊടുക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട്, ഞാൻ എന്നും പാത്രങ്ങൾ കഴുകി വെച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് കേട്ടോ. കാരണം തിരിച്ച് കയറി വരുന്ന സമയത്ത് ഒത്തിരി താമസിക്കും. പിന്നെ വന്നിട്ട് നമുക്ക് കറികളൊക്കെ വെക്കാനുള്ള നേരമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പാത്തുവിന് കാപ്പി എടുത്തിട്ട് ചിലപ്പോൾ മിക്കപ്പോഴും ഉമ്മച്ചിയായിരിക്കും കാപ്പി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാനായിരിക്കും കൊടുക്കുന്നത്. സ്വന്തമായിട്ട് കഴിക്കത്തില്ലേ എന്ന് പറയുന്നൊരു കമൻറ്റ് ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ ആണെങ്കിൽ കഴിക്കുമായിരിക്കും, ഇവിടെ ആണെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു ഇച്ചിരി പാടാട്ടോ. ഇല്ലെങ്കിൽ മൊബൈൽ വേണം, അല്ലെങ്കിൽ TV ഇട്ട് കൊടുക്കണമെന്നും പറഞ്ഞിരിക്കും. ഇപ്പോൾ TV കംപ്ലൈൻ്റ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓണാവും കേട്ടോ. അപ്പോൾ 2 ദിവസം കൊണ്ട് TV വർക്കാണ്. അതുകൊണ്ട് വലിയ പാടില്ലാതെ ഭക്ഷണങ്ങളൊക്കെ അങ്ങോട്ട് കഴിക്കാനായിട്ട് ആളിന് പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ TV ഇട്ട് നോക്കിയപ്പോഴത്തേക്കും അത് വർക്കാവുന്നില്ല. അതുകൊണ്ട് പിന്നെ വാപ്പാടെ മൊബൈൽ അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞ് ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു കേട്ടോ. പാപ്പ മൊബൈൽ തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പാടെ മൊബൈലും ഇങ്ങനെ തറയിലൊക്കെ വീണ് പൊട്ടിയിട്ട് ഗ്ലാസ്സൊക്കെ പൊട്ടിയിരിക്കുക കേട്ടോ. അതുകൊണ്ട് വാപ്പ കൊടുക്കാനൊരു പേടിയാണ്. പാത്തു ചിലപ്പം അങ്ങനെ എന്തെങ്കിലും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണെങ്ങാനും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തങ്ങ് തറയിലിടും. അങ്ങനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ പാപ്പാക്ക് കൊടുക്കാനൊരു പേടിയാണ്. അപ്പോൾ ഞാൻ ഉമ്മച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാപ്പിയൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ പാത്തുവിനെയും കൊണ്ട് സ്കൂളിലാക്കിയതിന് ശേഷം തിരിച്ച് വന്നിട്ട് കുറച്ച് ചിന്ന പരിപാടികളുണ്ട്. നമുക്കിനിയിപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് അതിന് മുന്നേ കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെക്കാനായിട്ട് കുറച്ച് നാരങ്ങ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 1/2 കിലോ നാരങ്ങ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാട്ടുനെല്ലിക്കയൊക്കെ മേടിച്ചിട്ടുണ്ട് അച്ചാറിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിൻ്റെ അകത്തേക്ക് വെക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യം നെല്ലിക്ക ഉണ്ടല്ലോ, കാട്ടുനെല്ലിക്ക, വലിയ നെല്ലിക്ക ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ആദ്യം ഒന്ന് ആവി കയറ്റി എടുക്കുന്നത്. ആവി കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കാട്ടുനെല്ലിക്ക അങ്ങനെ കിരികിരാ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതാ കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഒരുപാടങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എന്താ കഴിക്കാനായിട്ടൊരു സുഖം കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് വേണം, ചെറിയൊരു രീതിയിലൊന്ന് ചൂടായി വന്നാൽ മതി. അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് കുഴഞ്ഞു പോകുന്ന രീതിയിലൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് ആവി കയറുക അത്ര തന്നെ. അപ്പോൾ ആദ്യം ഞാൻ നെല്ലിക്ക ഒന്ന് ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടെ തന്നെ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇനി ഉച്ചക്കത്തെ കറി വെക്കാനായിട്ട് പോവാം. മീനൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് വെണ്ടയ്ക്ക, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വെണ്ടയ്ക്ക ഉമ്മച്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് തലവേദന ആയതുകൊണ്ട് ആ ഒരു മെഴുക്ക് പുരട്ടി ഞാനങ്ങ് ഉപേക്ഷിച്ചു ഇന്നലെ. അപ്പോൾ ഇന്ന് ഞാനതെടുത്തിട്ട് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഒരു ഇത്താടെ കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്താടെ പേര് റസിയ റഹീം എന്നാണ്. അപ്പോൾ റസിയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹായ് പറയണേന്ന് കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ അങ്ങനെയുള്ള കമൻ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും. റസിയത്താക്ക് വലിയൊരു ഹായ് കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് വേണം, ഇനിയും വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നെല്ലിക്കയൊക്കെ ഇവിടെ ആവി കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഇനി നാരങ്ങ ഇടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു 5 മിനിറ്റൊക്കെ ആവി കയറി വന്നിട്ട് വെള്ളം തിളച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ കിടന്നാൽ മതി കേട്ടോ. ഒരുപാട് സമയം നമ്മളതിൽ വെക്കണ്ട. പക്ഷെ നാരങ്ങ അത്യാവശ്യം ആവി കയറി ആ തൊലിപ്പുറമൊക്കെ ഉണ്ടല്ലോ, ഒരു സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവണം. എന്നിട്ട് വേണം നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. നാരങ്ങയും കൂടെ വെച്ച് കൊടുത്തു. നാരങ്ങ ഒരുപാടില്ല, 1/2 കിലോ എന്ന് പറഞ്ഞില്ലേ. നാരങ്ങ അധികം കഴിച്ചുകൂടാ കേട്ടോ വാപ്പാക്ക്. അതുകൊണ്ട് ഒരു കൊതിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ 1/2 കിലോയെ മേടിച്ചിട്ടുണ്ട്. ഒരുപാട് നാളായിട്ടോ നമ്മൾ നാരങ്ങ അച്ചാറിട്ടിട്ട്. മിക്കപ്പോഴും ഇവിടെ പണ്ട് എന്തോന്നറിയാമോ, നാരങ്ങ മേടിച്ച് അച്ചാർ, ചുമ്മാ നാരങ്ങ മേടിച്ച് അച്ചാറിട്ട് വെക്കുമായിരുന്നു. വെള്ള അച്ചാറുണ്ടല്ലോ, മഞ്ഞ കളറിലെ അച്ചാർ, മുളക് പൊടിയൊന്നും ഇടാതെ പച്ചമുളക് മാത്രം ഇട്ടിട്ട് വെക്കുന്ന അച്ചാർ. അപ്പോൾ അങ്ങനെയും വെക്കുമായിരുന്നു. നമ്മൾ സാധാരണ മുളക് പൊടി ഇട്ടിട്ടുള്ള അച്ചാറും വെക്കുമായിരുന്നു കേട്ടോ. സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളൊരു ഒഴിയാത്തൊരു അച്ചാറായിരുന്നു നാരങ്ങ അച്ചാർ. പിന്നെ ഇത് കഴിച്ചുകൂടാന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ
പിന്നെ വെച്ചിട്ടില്ലെന്ന് വേണം പറയാനായിട്ട്. നാരങ്ങ അച്ചാർ പിന്നെ ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ മേടിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ദേ അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് മീനില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഒഴിച്ചേറി വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് 2-3 ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും ഒരു സവോളയും 2 വെണ്ടയ്ക്കയും കൂടെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ്, എൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നൊരു കറിയാണ്. കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ നാരങ്ങ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല രീതിയിൽ എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതിൻ്റെ പരുവമായി, ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് മെഴുക്കുരട്ടി ആക്കാനായിട്ട് പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇരുമ്പച്ചട്ടിയൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് മീനില്ലാത്തത് കൊണ്ട് കുറച്ച് ഉണക്കമീനും കൂടെ എടുത്ത് വെള്ളത്തിലിടാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നലത്തെ വാളയുണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ വാളയുടെ മേളിലുള്ള ഒരു വെള്ളപ്പൂപ്പലൊക്കെ ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, നമ്മളിവിടെ ചുണ്ണാമ്പെന്നൊക്കെ പറയും കേട്ടോ. ആ ചുണ്ണാമ്പ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എണ്ണയൊക്കെ തിളക്കി എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്ക അരിഞ്ഞതും വെണ്ടയ്ക്കയും ഒരു സവോളയും 2-3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൊഴുപ്പുണ്ടല്ലോ, നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നാരങ്ങാനീരാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചാലും മതി. കൊച്ചുങ്ങൾക്കും കൂടെ കൊടുക്കുന്നത് കൊണ്ടേ, മോൾക്കും കൂടെ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ നാരങ്ങ മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. വിനാഗിരി ഒഴിച്ചാലും നല്ലതാണ്. അപ്പോൾ നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് അപ്പോൾ തന്നെ ഒന്ന് പോയി കിട്ടുന്നത് നമുക്ക് തോന്നും കേട്ടോ. നന്നായിട്ട് പോയി കിട്ടും, നല്ല വറവായിട്ട് കിട്ടും നമുക്ക്. വെണ്ടയ്ക്ക നല്ല വറവിന് കിട്ടും. തീരെ ഇഷ്ടമല്ലാത്തവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി, അടിപൊളിയായിട്ട് കിട്ടും. ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. വെറുതെ ഇതിൻ്റെ വഴുവഴുപ്പ് കാരണമാണ് ചില ആളുകൾ ഇത് വെറുക്കുന്നത് കേട്ടോ. അപ്പോൾ പണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു പച്ചക്കറിയിൽ വെണ്ടയ്ക്ക. ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ വഴുവഴുപ്പ് കാരണം എനിക്ക് കാണുന്നതേ കലിയായിരുന്നു. പിന്നെ ഇത് കണക്കുണ്ടാക്കി ഇങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതേ നമ്മുടെ വെണ്ടയ്ക്ക അവിടെ റെഡിയാക്കി ഞാൻ മാറ്റി. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് കറി വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ, ഒരു അരമുറി തേങ്ങയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച്, നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ എടുക്കുന്നതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ തേങ്ങ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. 2-3 കൊച്ചുള്ളി, പിന്നെ ഉലുവ ഇടണം കേട്ടോ, പച്ച ഉലുവ. നമ്മൾ തേങ്ങ മൂപ്പിക്കാൻ തുടങ്ങുമ്പോഴേ ഇട്ട് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടിയേക്കാൾ കുറച്ച് കൂടുതലായിട്ടിരിക്കട്ടെ കേട്ടോ മുളക് പൊടി. നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ചൂടൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ടല്ലേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ചട്ടി അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, തക്കാളി, സവോള, പച്ചമുളക് ഒക്കെ ഇതിലേക്ക് 2 വെണ്ടയ്ക്ക കേട്ടോ. വെണ്ടയ്ക്ക കൂടരുത്, 1-2 വെണ്ടയ്ക്ക കേട്ടോ. അതിനപ്പുറം കൂടരുത്. വെണ്ടയ്ക്കയുടെ ആ ഒരു കൊഴുപ്പ് വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും, വലിയ ബോറായിപ്പോകും കേട്ടോ. അതുകൊണ്ട് വെണ്ടയ്ക്ക 1-2 മതി. അപ്പോൾ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. വഴറ്റാതെ നമ്മൾ അരപ്പൊഴിക്കാനായിട്ട് പാടില്ല. നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് ഉപ്പും ആ ഒരു കഷ്ണങ്ങളിലേക്കൊക്കെ ചെറിയൊരു കളറ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ആവി കയറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒരുപാട് വേണമെങ്കിൽ അങ്ങനെ, പുളി നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കേട്ടോ, ഇഷ്ടമനുസരിച്ചിട്ടുള്ള പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ആ ഒരു കാര്യമാണ്, ആ ഒരു കറി ഉണ്ടല്ലോ, നമ്മളെ കാപ്പിക്കൊക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ അപ്പത്തിന്, ചപ്പാത്തിക്കും ഒക്കെ, ദോശയ്ക്കും ഒക്കെ നല്ല ഒരു കറിയാണ് കേട്ടോ. പൂരിക്കും ഒക്കെ നല്ല കറിയാണ്. പക്ഷേ കാപ്പിക്ക് നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പം പുളിയുടെ അളവ് ഒന്ന് കുറയ്ക്കുക. ഒരു ചെറിയൊരു ടേസ്റ്റ് മതി കേട്ടോ പുളി. നമ്മൾ കാപ്പിക്കൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ, പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ പുളി കുറച്ചാൽ മാത്രം മതി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണേ. പിന്നെ ഈ കറി
വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഉണക്കമീൻ പ്രധാനമാണ് കേട്ടോ. ഉണക്കമീൻ അല്ലെങ്കിൽ പപ്പടം, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വേണം, മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ കറിയൊക്കെ റെഡിയാക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മാറ്റി. ഇതിനിടയ്ക്ക് ഉമ്മച്ചി ഈ നാരങ്ങയുടെയും നെല്ലിക്കയുടെയും ഒക്കെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഉമ്മച്ചി അതൊക്കെ ഒന്ന് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി തന്നിട്ടുണ്ട് കേട്ടോ. നെല്ലിക്കയൊക്കെ അല്ലി അടർത്തി തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പും കുറച്ച് പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് രണ്ടിലേക്കും കേട്ടോ, നാരങ്ങയിലേക്കും നെല്ലിക്കയിലേക്കും ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടഞ്ഞ് ഒരു ദിവസം, മിനിമം ഒരു ദിവസം, ഒരു 3 ദിവസമൊക്കെ ഇരുന്നാൽ അത്രയും നല്ലതാട്ടോ. അത് നമ്മൾ ഏത് അച്ചാറാണെങ്കിലും ഒരു 3 ദിവസമെങ്കിലും ഉപ്പിട്ടിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കണം. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്ത് അച്ചാറിടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മളെ വീട്ടിലേക്കല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്നൊരു ദിവസം ഇരുത്തുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് പച്ചമുളകും ഇട്ടിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ കുറച്ച് വാള വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ തേച്ചിട്ട് അതും കൂടി ഒന്ന് പൊരിക്കാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ചമുളകുണ്ടല്ലോ, നമ്മുടെ കറിപ്പച്ചമുളക്, നമ്മളെ പച്ചക്കറി കിട്ടുന്ന പച്ചമുളകും കൂടെ കുറച്ച് ഒരു നടുഭാഗം കീറിയിട്ട് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഒന്ന് പുരട്ടി അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഉണക്കമീൻ്റെ കൂടെ ആ പച്ചമുളകോ ഇല്ലെങ്കിൽ വറ്റൽമുളകിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂടെ ഇങ്ങനെ എടുത്ത് കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണും കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇന്ന് നല്ല മഴയുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ. ഇന്നലെ പിന്നെ കുഴപ്പമില്ലായിരുന്നു, ചെറിയ വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നല്ല മഴയാണ്, വിട്ട് മഴയുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പോയും വന്നും നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.